ഇനി നമ്മൾ 101-ാമത്തെ പേജിൽ, അതായത് ജോയിൻസ് എന്ന ഭാഗം അല്ലെങ്കിൽ സന്ധികൾ എന്ന ഭാഗമാണ്. സന്ധികളെക്കുറിച്ച് അല്ലെങ്കിൽ ജോയിൻറ്റിനെ കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ആ സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളാണ്. ഹൗ ബോൺസ് ആർ കണക്റ്റഡ് ടു ദ ഹ്യൂമൻ ബോഡി, അതായത് മനുഷ്യ ശരീരത്തിലെ ബോണുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. ദ ബോൺസ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ബൈ ജോയിൻസ്. അപ്പോൾ എങ്ങനെയാണ് ബോണുകൾ പരസ്പരം ബന്ധം ചെയ്യപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ബോണുകൾ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് ബോണുകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്? സന്ധികൾ വഴിയാണ് അല്ലെങ്കിൽ ജോയിൻസ് വഴിയാണ് ബോണുകൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇനി 110-ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കണക്റ്റിംഗ് ബോൺസ് വിത്ത് ജോയിൻസ്? എന്താണ് ഈ ബോണുകളെ ജോയിൻറ്റുകളുമായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ ഗുണം, അല്ലെങ്കിൽ അസ്ഥിസന്ധികളുമായിട്ട് അസ്ഥികൾ ബന്ധപ്പെടുത്തപ്പെട്ടിരിക്കുന്നതിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണ്? കണക്റ്റിംഗ് ദ ബോൺസ് വിത്ത് ജോയിൻറ്റ്സ് മേക്ക് മൂവ്മെൻറ്റ്സ് ഈസിയർ, അതായത് നമ്മളുടെ ബോണുകളെ അസ്ഥിസന്ധികളും അല്ലെങ്കിൽ ജോയിൻറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് നമ്മളുടെ ചലനത്തെ വളരെ ഈസിയാക്കുന്നു അല്ലെങ്കിൽ സുഗമമാക്കുന്നു. ഇനി നമുക്ക് തന്നിരിക്കുന്ന സ്കെൽറ്റൽ ജോയിൻറ്റ്സ് ഹാവ് സം പെക്യൂലിയാരിറ്റി. നമ്മൾക്ക് പറഞ്ഞിരിക്കുകയാണ് സ്കെൽറ്റൽ ജോയിൻറ്റിന് ചില പെക്യൂലിയാരിറ്റികളുണ്ട്, ചില പ്രത്യേകതകളുണ്ട്. അനലൈസ് ഇലിസ്ട്രേഷൻ 4.9 ആൻഡ് ഗീവ് ഹിൻസ്, അതായത് ദ ഗിവൺ ഹിൻസ്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു ഇലിസ്ട്രേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഇലിസ്ട്രേഷനിൽ തന്നിരിക്കുന്ന ഹിൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ്, അതായത് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. ആ സൂചനകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് ചെയ്യുന്നത്? പ്രിപ്പയർ നോട്ട് ഓൺ ദ സ്ട്രക്ചർ ഓഫ് ജോയിൻറ്റ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന ജോയിൻറ്റിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഒരു നോട്ട് തയ്യാറാക്കുവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആ ഹിൻറ്റുകൾ ഏതെല്ലാമാണ് അല്ലെങ്കിൽ ആ സൂചകങ്ങൾ ഏതെല്ലാമാണെന്നൊന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് നമുക്ക് സൂചകമായിട്ട് തന്നിരിക്കുന്നത് ലിഗമെൻറ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ എന്താണ് ലിഗമെൻറ്റ് എന്ന് നമുക്കൊന്ന് നോക്കാം. ലിഗമെൻറ്റ്സ് കണക്ട് ടു ബോൺസ് ടുഗെദർ. അപ്പോൾ ലിഗമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനത്തിലൊന്നാണ് ലിഗമെൻറ്റ്സ് കണക്ട്സ് ടു ബോൺസ്, അതായത് രണ്ട് അസ്ഥികളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? ലിഗമെൻറ്റ്സ് കൂട്ടിയോജിപ്പിക്കുന്നു. എവിടെ വെച്ചാണ്? മെയിൻലി ഇൻ ദ ജോയിൻറ്റ്. അവ കൂട്ടിയോജിപ്പിക്കുന്ന സ്ഥലം എവിടെ വെച്ചാണ് അവ കൂടുതലായിട്ടും ഇവയെ ഈ രണ്ട് അസ്ഥികളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നത്? അസ്ഥിസന്ധികളിൽ വെച്ച് അവ ലിഗമെൻറ്റ്സ് എന്ത് ചെയ്യുന്നു? അസ്ഥികളെ കൂട്ടിയോജിപ്പിക്കുന്നു. ലൈക്ക് സ്ട്രോങ് ഫേംലി അറ്റാച്ച്ഡ് സ്ട്രാപ്സ് ഓർ റോപ്സ്, അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇവ യോജിപ്പിക്കുന്നത്? വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കയറ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ട്രാപ്പ് കൊണ്ടോ ബന്ധിപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് ലിഗമെൻറ്റ്സ് ബോണുകളെ അസ്ഥിസന്ധിയിൽ വെച്ച് യോജിപ്പിക്കുന്നത്. They stabilize the joint or hold the ends of two bones together. They stabilize the joint, അതായത് ഇതിന് അനക്കമില്ലാതെ കുലുക്കമില്ലാതെയാക്കി തീർക്കുന്നു. ലിഗമെൻറ്റ്സ് ഈ ജോയിൻറ്റുകളെ കുലുക്കമില്ലാതാക്കി തീർക്കുന്നു. അതുപോലെ തന്നെ ഹോൾഡ് ദ എൻഡ് ഓഫ് ടു ബോൺസ് ടുഗെദർ, അതായത് എൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവസാനം എന്നല്ല, അഗ്രഭാഗം എന്നുള്ള ഭാഗമാണ്. അപ്പോൾ രണ്ട് ബോണുകളുടെ അഗ്രഭാഗത്തെ ഒന്നിച്ച് അനക്കവും കുലുക്കവുമില്ലാതെ ഒരു സ്ട്രാപ്പ് വെച്ചോ അല്ലെങ്കിൽ ഒരു റോപ്പ് വെച്ചോ കെട്ടിയിരിക്കുന്നത് പോലെ ലിഗമെൻറ്റ്സ് ഒന്നിച്ച് ചേർക്കുന്നു. ദിസ് ഹോൾഡിംഗ് എൻഷ്യൂർസ് ദാറ്റ് ബോൺസ് ഇൻ ദ ജോയിൻറ്റ് ഡോണ്ട് ട്വിസ്റ്റ് ടു മച്ച്. ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുമ്പോൾ നമുക്ക് മനസ്സിലാകാം ജോയിൻറ്റുകളിനകത്തുള്ള ഈ ബോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയൽ വളരെ കുറവായിരിക്കുമെന്ന്. ഓർ മൂവ് ടു ഫാർ അപ്പാർട്ട്, അതായത് അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിലേക്ക് മാറുകയുമില്ല എന്ന്. ആൻഡ് ബിക്കം ഡിസ്ലൊക്കേറ്റഡ്, അതുപോലെ തന്നെ അവ മാറാതിരിക്കുന്നത് കൊണ്ട് ഡിസ്ലൊക്കേഷൻ, അതായത് ലൊക്കേഷൻ മാറുകയില്ല എന്നും. അപ്പം ലിഗമെൻറ്റിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് ബോണുകളെ എന്ത് ചെയ്യുക? അവ ഒരു കയർ പോലെയോ സ്ട്രാപ്പ് പോലെയോ ആയിത്തീർന്നുകൊണ്ട് ജോയിൻറ്റിൽ വെച്ച് ഒരുമിച്ച് ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഭാഗം ഏതാണ്? ആ പടത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. അവിടെ തന്നിരിക്കുന്നത് ലിഗമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തന്നിരിക്കുന്ന ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ ഞാനിവിടെ തന്നിരിക്കുന്നത് ക്യാപ്സ്യൂൾ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ക്യാപ്സ്യൂളിൻ്റെ പ്രത്യേകത? കാറ്റ്ലേജിൻ്റെ പ്രത്യേകത? കാറ്റ്ലേജ് ഈസ് ഫൗണ്ട് കവറിങ് ദ ടിപ്പ് ഓഫ് ഈച്ച് ബോൺ. കാറ്റ്ലേജ് എന്താണ് ചെയ്യുന്നത്? ഓരോ എല്ലിൻ്റെയും അഗ്രഭാഗത്തെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ദിസ് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺസ്. ഇവ എന്ത് ചെയ്യുന്നു? ഈ ബോണുകൾ തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷനെ വളരെയധികം കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന അവിടെ എന്താണ്?
ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് ക്യാപ്സ്യൂളിൻ്റെ പ്രത്യേകത? എ ടഫ് ഷീത്ത്, അതായത് ഒരു ടഫ് ഷീത്താണ്, അതായത് ഒരു സ്ട്രക്ചർ ഇൻ ലീവിങ് ടിഷ്യൂസ് വിച്ച് ക്ലോസ്ലി എൻവലപ്പ് അനദർ. അതായത് ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തെ മറ്റൊരു പദാർത്ഥവുമായിട്ട് ജോയിൻ ചെയ്ത് നിർത്തുകയും അവ കവർ ചെയ്ത് വയ്ക്കുകയും ചെയ്യുന്നു. ഓർ മെമ്മറൈൻ ദാറ്റ് എൻക്ലോസസ് ആൻ ഓർഗൻ ഓർ അതർ സ്ട്രക്ചർ ഇൻ ദ ബോഡി. അതെന്ത് ചെയ്യുന്നു? ബോഡിയുടെ ഒരു ഭാഗത്തെ ഒന്നിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അവയെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾ ആ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഭാഗം ആ പിക്ചറിലേക്ക് ഒന്ന് നോക്കുക. ആ പിക്ചർ കണ്ടു കഴിയുമ്പോൾ നമുക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകുവാനായിട്ട് സാധിക്കും. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ഇനി തന്നിരിക്കുന്നത് സൈനോവിയൽ മെമ്മറൈൻ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ എന്താണ് സൈനോവിയൽ മെമ്മറൈൻ? ദ സൈനോവിയൽ മെമ്മറൈൻ ഈസ് എ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അതായത് സൈനോവിയൽ മെമ്മറൈൻ എന്ന് പറയുന്നതും ഒരു പ്രത്യേക തരത്തിലുള്ള കണക്റ്റ് ചെയ്യുന്ന ടിഷ്യൂ അല്ലെങ്കിൽ കലയാണ്. ദാറ്റ് ലൈൻസ് ദ ഇന്നർ സർഫേസ് ഓഫ് ദ ക്യാപ്സ്യൂൾസ് ഓഫ് ദ സൈനോവിയൽ ജോയിൻറ്റ്. അതായത് ഈ സൈനോവിയൽ മെമ്മറൈൻ ക്യാപ്സ്യൂളിൻ്റെ ഇന്നർ സർഫേസിലാണ് കാണപ്പെടുന്നത്. അവയും പ്രത്യേകമായിട്ട് ബോണുകളെ പരസ്പരം യോജിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ്. അടുത്തതായിട്ട് തന്നിരിക്കുന്നത് എന്താണെന്നറിയാം? വാട്ട് ഈസ് സൈനോവിയൽ ഫ്ലൂയിഡ്? അതായത് സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് തന്നിരിക്കുന്നത്. സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ടു ബോൺസ് ഓഫ് എ ജോയിൻറ്റ്. അതായത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഒരു അസ്ഥിക്ക് അകത്ത് കാണപ്പെടുന്ന ഒരു ഫ്ലൂയിഡാണ്. അത് രണ്ട് ബോണുകളെ തമ്മിൽ ഉറപ്പിക്കുന്ന ആ ഭാഗത്താണ് കാണപ്പെടുന്നത്. ദിസ് ഓൾസോ റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺസ്. ഇതും എന്താണ് ചെയ്യുന്നത്? ബോണുകൾ തമ്മിലുള്ള ആ ഘർഷണത്തെ വളരെയധികം കുറയ്ക്കുന്നു. ഇനി 116ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ലിഗമെൻറ്റ്സ്? ലിഗമെൻറ്റ്സ് ആർ ഫൗണ്ട് കണക്റ്റിംഗ് ടു ബോൺസ്. അതായത് ലിഗമെൻറ്റ്സ് എന്താണ് ചെയ്യുന്നത്? രണ്ട് എല്ലുകളെ തമ്മിൽ പരസ്പരം കണക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി 117ാമത്തെ ചോദ്യം, വാട്ട് ഹെൽപ്സ് ദ സ്മൂത്ത് ഫങ്ഷൻ? 117ാമത്തെ ചോദ്യമാണ്, വാട്ട് ഹെൽപ്സ് ദ സ്മൂത്ത് മൂവ്മെൻറ്റ്സ് ഓഫ് ജോയിൻറ്റ്സ്? എന്താണ് ഈ ജോയിൻറ്റുകളുടെ സ്മൂത്ത് മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നൽകിയിരിക്കുന്ന ചോദ്യം. അപ്പം നമുക്ക് അതിന് ഉത്തരം എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? ദ ക്യാപ്സ്യൂൾ സീൻ ഇൻസൈഡ് ദ ലിഗമെൻറ്റ്സ് ഹെൽപ്പ് ഇൻ ദ സ്മൂത്ത് മൂവ്മെൻറ്റ്സ് ഓഫ് ബോൺസ്. അതായത് ഈ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന സംഗതി ഉള്ളിലുണ്ടല്ലോ, അവയാണ് സ്മൂത്ത് മൂവ്മെൻറ്റ്സിനെ ഏറ്റവും കൂടുതലായിട്ട് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരു കവറിങ് പോലെ രണ്ട് എല്ലുകളിൽ ഇങ്ങനെ കയറി കിടന്നിട്ടാണ്, ഒരു കപ്പിൾ പോലെ കിടന്ന് അതിൻ്റെ അകത്ത് കിടന്നാണ് ചെയ്യുന്നത്. വേർ ഷാൽ വി ഫൈൻഡ് കാർട്ടിലേജ്? എവിടെയാണ് നമ്മൾ ഈ തരുണാസ്ഥികളെ കാണപ്പെടുന്നത്? കാർട്ടിലേജസ് ആർ ഫൗണ്ട് കവറിങ് ദ ടിപ്പ് ഓഫ് ഈച്ച് ബോൺസ്. അതായത് ഓരോ ബോണിൻ്റെയും അവസാന ഭാഗത്താണ് എന്ത് ചെയ്യുന്നത്? കാർട്ടിലേജിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് കാർട്ടിലേജ്? എന്താണ് ഈ കാർട്ടിലേജിൻ്റെ മുഖ്യമായ ഫങ്ഷൻ? കാർട്ടിലേജസ് റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺസ്. അതായത് കാർട്ടിലേജ് എന്ത് ചെയ്യുന്നു? ബോണുകൾ തമ്മിലുള്ള ആ ഫ്രിക്ഷനെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു എന്നുള്ളതാണ് അവയുടെ ഏറ്റവും മുഖ്യമായിട്ടുള്ള പ്രവർത്തനം. 120ാമത്തെ ചോദ്യം, വിച്ച് ഫ്ലൂയിഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ ദ ടു ബോൺസ് ഓഫ് ദ ജോയിൻറ്റ്? ഏത് ഫ്ലൂയിഡാണ് ഒരു ജോയിൻറ്റിൻ്റെ രണ്ട് ജോയിൻറ്റുകൾ തമ്മിലുള്ളതിൻ്റെ ഇടയിൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്? സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് ദ ഫ്ലൂയിഡ് പ്രസൻറ്റ് ബിറ്റ്വീൻ ടു ബോൺസ് ഓഫ് ദ ജോയിൻറ്റ്. അതായത് സൈനോവിയൽ ഫ്ലൂയിഡാണ് രണ്ട് ജോയിൻറ്റുകൾക്കിടയിൽ പ്രസൻ്റായിട്ട് കാണപ്പെടുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സൈനോവിയൽ ഫ്ലൂയിഡ്? എന്താണ് സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനം? സൈനോവിയൽ ഫ്ലൂയിഡ് റെഡ്യൂസസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ്. അതായത് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? രണ്ട് ബോണുകൾ തമ്മിലുണ്ടാകുന്ന ഫ്രിക്ഷനെ കുറയ്ക്കുന്നു. ഇനി 122ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ കോമൺ ഫങ്ഷൻ ഓഫ് കാർട്ടിലേജ് ആൻഡ് സൈനോവിയൽ ഫ്ലൂയിഡ്? എന്താണ് സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെയും അതുപോലെ തന്നെ കാർട്ടിലേജിൻ്റെയും കോമൺ ആയിട്ടുള്ള ഫങ്ഷൻ? ദ കോമൺ ഫങ്ഷൻ ഓഫ് കാർട്ടിലേജ് ആൻഡ് സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ്. അതായത് രണ്ടിൻ്റെയും കോമൺ ഫങ്ഷൻ, അതായത് ഒരേ ഒരു ജോലി, അതായത് കോമൺ ആയിട്ട് രണ്ടു പേർക്കും ഒരുപോലെ ചെയ്യുന്ന ഒരു കാര്യമാണ് കാർട്ടിലേജ് സൈനോവിയൽ ഫ്ലൂയിഡ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ റെഡ്യൂസ് ദ ഫ്രിക്ഷൻ, അതായത് ഘർഷണം കുറയ്ക്കുന്നു. എവിടെ നിന്ന്? രണ്ട് എല്ലുകൾക്ക് ഇടയിലായിട്ടുള്ളത്. ഇനി 123ാമത്തെ ചോദ്യം, വിച്ച് സെൽ പ്രൊഡ്യൂസ് സൈനോവിയൽ ഫ്ലൂയിഡ്? ഏത് സെല്ലുകളാണ് സൈനോവിയൽ ഫ്ലൂയിഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത്? സൈനോവിയൽ ഫ്ലൂയിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൈനോവിയൽ സെൽസ് ഓഫ് ദ സൈനോവിയൽ മെമ്മറൈൻ. അതായത് സൈനോവിയൽ മെമ്മറൈനിലുള്ള സൈനോവിയൽ സെൽസ് ആണ് സൈനോവിയൽ ഫ്ലൂയിഡിനെ ഉൽപ്പാദിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കത് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി 124ാമത്തെ ചോദ്യം, ആർ ഓൾ ദ ജോയിൻറ്റ്സ് ഇൻ ദ ബോഡി അലൈക്ക്?
ഒരു ശരീരത്തിലുള്ള എല്ലാ ജോയിൻറ്റുകളും ഒരുപോലെയാണോ? നോ, ജോയിൻറ്റ്സ് ഡിഫർ അക്കോർഡിംഗ് ടു ദെയർ ഫങ്ഷൻ. ജോയിൻറ്റുകളെല്ലാം ഒരുപോലെയല്ല. ജോയിൻറ്റുകൾ അവയുടെ പ്രവർത്തനത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഐ സപ്പോസ് ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.